അധ്യാപകർക്ക് കേടെറ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സുപ്രീംകോടതി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിച്ചതിന്റെ ഭാഗമായാണ് ഉത്തരവ് റദ്ദാക്കിയത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, ഇക്കാര്യത്തിൽ മന്ത്രി പറയുന്ന വിശദീകരണങ്ങൾ എന്താണ്? ദിനിഷ, സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്ഥാനക്കയറ്റത്തിനുമുള്ള കേടെറ്റ് യോഗ്യതാ പരീക്ഷ അത് സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ മന്ത്രി വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച് കേടെറ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് അത് സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയിച്ചത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ഉത്തരവിനെതിരെ റിവ്യൂ ഹർജി നൽകാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രത്യേക കേടെറ്റ് പരീക്ഷ നടക്കുന്നുണ്ട്. ആ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും പുതിയ ഉത്തരവ് ഇറക്കുക എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ നിന്ന് തന്നെ സുപ്രീം കോടതിയിൽ നിന്നും കാര്യങ്ങൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് കാര്യങ്ങൾ അധ്യാപക സംഘടനകളടക്കം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ വസ്തുത എന്താണ് എന്നുള്ളത് ചിലർ കാര്യം മനസ്സിലാക്കാതെയാണ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സമീപനം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി സൂചിപ്പിച്ചത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവ് മരവിപ്പിക്കാനും വിഷയത്തിൽ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി നൽകാനും സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധി അതിനെ ലംഘിക്കാൻ സ്വാഭാവികമായും അതിനെ ലംഘിച്ചു കഴിഞ്ഞാൽ കോടതി അലക്ഷ്യമാകും. അത്തരത്തിലൊരു നടപടിയിലേക്ക് ഒരു സർക്കാരിനും പോകാൻ കഴിയില്ല. സുപ്രീം കോടതി വിധിയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് എന്നുള്ള വിശദീകരണം അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം സുപ്രീം കോടതി വിധി അത് നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുകയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടി എന്ന രീതിയിൽ ഉത്തരവിറക്കിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും റിവ്യൂ ഹർജി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അധ്യാപകരുടെ ആശങ്കകൾ അതിലൂടെ പരിഹരിക്കുമെന്ന് തന്നെയാണോ മന്ത്രി പറഞ്ഞു വെക്കുന്നത്? കാരണം പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ യോഗ്യതാ പരീക്ഷ അത്യാവശ്യമായി വരുന്ന ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു നിബന്ധനകൾ സുപ്രീം കോടതി വെട്ടിച്ചുരുക്കി വിധി വന്ന അടിസ്ഥാനത്തിൽ അധ്യാപകരുടെ ആശങ്കകൾ റിവ്യൂ ഹർജിയിലൂടെ പരിഹരിക്കാമെന്ന നിലപാടിലാണോ സംസ്ഥാന സർക്കാർ? തീർച്ചയായും റിവ്യൂ ഹർജി നൽകുന്ന നടപടികൾ അത് വേഗത്തിലാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അധ്യാപകരുടെ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്, വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ റിവ്യൂ ഹർജി നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയെ നിലവിലുള്ള സാഹചര്യം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതുകൂടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് AGയോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിലവിൽ നൽകിയിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഷീജ, ഈ ഉത്തരവ് ഇനി എന്ന് മുതലാണ് നിലവിൽ വരിക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൂടി. അതായത് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവ് ഇപ്പോൾ മരവിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഉത്തരവ് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരിയിൽ ഒരു പ്രത്യേക കേടെറ്റ് പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ശേഷം മാത്രമായിരിക്കും പുതുക്കിയ ഉത്തരവ് ഇറങ്ങുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നത്. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.